നമസ്കാരം. ഗോതമ്പ് പൊടിക്കും വൈദ്യുതിക്കും വില വർദ്ധിപ്പിച്ചതിനെതിരെ പാക് അധിനിവേശ കാശ്മീരിൽ നടക്കുന്ന പ്രക്ഷോഭം അക്രമാസക്തമായി. വെടിവയ്പിൽ ഒരു പോലീസ് ഓഫീസർ കൊല്ലപ്പെട്ടു. 100ഓളം പേർക്ക് പരുക്കേറ്റു. ഇതിലേറെയും പോലീസുകാരാണ്. കടകളടച്ചും വാഹനങ്ങൾ തടഞ്ഞും ശനിയാഴ്ച നടത്തിയ പ്രതിഷേധത്തിനിടെ കോട്ലി, പൂഞ്ച് ജില്ലകളിൽ നിന്ന് മുസഫറാബാദിലേക്ക് സംയുക്ത അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ റാലി പോലീസ് തടഞ്ഞതാണ് സംഘർഷത്തിൽ കലാശിച്ചത്. സബ് ഇൻസ്പെക്ടർ അദ്നൻ ഖുറേഷിയാണ് മരിച്ചത്. ഇതോടെ പിഒകെയിലെ എല്ലാ ജില്ലകളിലും പൊതുയോഗങ്ങളും റാലികളും ഘോഷയാത്രകളും നിരോധിച്ചു. ഇന്റർനെറ്റും റദ്ദാക്കി. സ്ഥിതിഗതികൾ വിലയിരുത്താൻ പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരി ഇന്ന് അടിയന്തര യോഗം വിളിച്ചു. സമരക്കാരുമായി ചർച്ചകൾക്ക് തയ്യാറാണെന്ന് പിഒകെ ധനമന്ത്രി അബ്ദുൽ മജീദ് ഖാൻ അറിയിച്ചു. മിതമായ നിരക്കിൽ വൈദ്യുതി ലഭ്യമാക്കുക, ഗോതമ്പ് പൊടിക്ക് സബ്സിഡി അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തുന്ന സമരത്തിന്റെ മുൻനിരയിൽ പ്രധാനമായും വ്യാപാരികളാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ സമരക്കാരെ അറസ്റ്റ് ചെയ്യുകയും വീടുകളിൽ റെയ്ഡ് നടത്തുകയും ചെയ്തത് സംഘർഷം വർദ്ധിക്കാൻ ഇടയാക്കി. മുസഫറാബാദിലേക്ക് റാലി പ്രവേശിക്കാതിരിക്കാൻ അധികൃതർ മണ്ണിട്ട് തടഞ്ഞു. പ്രക്ഷോഭകർ കല്ലും കുപ്പിയും വലിച്ചെറിഞ്ഞതോടെ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചു. കോട്ലിയിൽ 78 പോലീസുകാർക്കും റഹാൻ ഗല്ലിയിൽ 59 പോലീസുകാർക്കും സെഹിൻസ ബറോയനിൽ 19 പോലീസുകാർക്കും പരിക്കേറ്റു. 29 പ്രക്ഷോഭകർക്കും പരിക്കേറ്റിട്ടുണ്ട്. മുസഫറാബാദിൽ ജമ്മുകാശ്മീർ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി ആഹ്വാനം ചെയ്ത പണിമുടക്കിനിടെ പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ പോലീസ് ആകാശത്തേക്ക് വെടിവെക്കുകയും കണ്ണീർ വാതകം പ്രയോഗിക്കുകയും ചെയ്തു. മംഗള ഡാമിൽ നിന്നുള്ള നികുതിരഹിത വൈദ്യുതി, ഗോതമ്പ് പൊടിക്ക് സബ്സിഡി എന്നിവ ആവശ്യപ്പെട്ടാണ് അവാമി ആക്ഷൻ കമ്മിറ്റി പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തത്. പോലീസ് നടത്തിയ റെയ്ഡിൽ നിരവധി നേതാക്കളെയും പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്തു. ശനിയാഴ്ച മുസഫറാബാദിലേക്ക് ലോങ് മാർച്ച് നടത്തുമെന്ന് കമ്മിറ്റി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. പ്രതിഷേധക്കാർ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വടികൊണ്ട് അടിച്ചോടിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുകയും ചെയ്തു. പാകിസ്ഥാൻ റേഞ്ചേഴ്സ്, ഫ്രോണ്ടിയർ കോർപ്സ് എന്നിവയിൽ നിന്ന് കൂടുതൽ സൈനികരെ വിന്യസിച്ചും പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തും പ്രതിഷേധം അടിച്ചമർത്താനാണ് പാക് സർക്കാരിന്റെ നീക്കം. $3 ബില്യൺ സാമ്പത്തിക സഹായ പാക്കേജ് നൽകിയതിനു പിന്നാലെ രാജ്യാന്തര നാണയനിധി ഏർപ്പെടുത്തിയ കർശന വ്യവസ്ഥകളെ തുടർന്ന് പാകിസ്ഥാൻ പണപ്പെരുപ്പത്തിൽ വലയുകയാണ്. വൈദ്യുതി ചാർജുകൾ വർദ്ധിപ്പിച്ചത് പ്രശ്നങ്ങൾ രൂക്ഷമാക്കുകയും പാകിസ്ഥാനിലെ ജനങ്ങൾ തെരുവിലിറങ്ങാൻ നിർബന്ധിതരാവുകയുമായിരുന്നു.